ആലപ്പുഴയിൽ നവജാത ശിശുവിന്റെ ഗുരുതര വൈകല്യം തിരിച്ചറിയാതെ പോയ സംഭവത്തിൽ 4 ഡോക്ടർമാർക്കെതിരെ കേസ്. കടപ്പുറം സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രിയിലെ ഡോക്ടർമാർക്കും സ്വകാര്യ ലാബിലെ ഡോക്ടർമാർക്കുമെതിരെയാണ് കേസ്. ഗർഭകാലത്തെ സ്കാനിംഗിൽ കുഞ്ഞിന്റെ വൈകല്യം ഡോക്ടർമാർ അറിയിച്ചിരുന്നില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം തുടരുകയാണ്. ഈ മാസം 8-നാണ് സുറുമി പ്രസവിക്കുന്നത്. കുഞ്ഞിന്റെ ചെവിയും കണ്ണുമുള്ളത് യഥാസ്ഥാനത്തല്ല. വായ തുറക്കുന്നില്ല. മലർത്തിക്കിടത്തിയാൽ കുഞ്ഞിന്റെ നാവ് ഉള്ളിലേക്ക് പോകും. കാലിനും കൈക്കും വളവുണ്ട്. കുഞ്ഞിന് കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. കുഞ്ഞിന് വാ തുറന്ന് പാല് കുടിക്കാൻ പറ്റത്തില്ല. കുഞ്ഞിന് നേരെ കിടക്കാൻ പറ്റത്തില്ല. കുഞ്ഞിനെ കമഴ്ത്തി തന്നെ കിടക്കണം. ആ കമഴ്ന്ന് കിടക്കുന്നതുകൊണ്ട് കുഞ്ഞിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. കുഞ്ഞ് ഏത് സമയം കരഞ്ഞുകൊണ്ടാണ് കിടക്കുന്നത്. കരച്ചിലാണെങ്കിൽ ഒച്ച പോലും ഇല്ല. പിന്നെ കൈക്ക് കാലിന് വളവുണ്ട്. ജനനേന്ദ്രിയത്തിൽ പ്രശ്നമുണ്ട്. ഹാർട്ടിന് പ്രശ്നമുണ്ട്. ഗർഭകാലത്തെ സ്കാനിംഗിൽ ഡോക്ടർമാർ വൈകല്യം അറിയിച്ചില്ലെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. പ്രസവത്തിന്റെ അന്നാണ് ഡോക്ടർമാർ ഇക്കാര്യത്തെക്കുറിച്ച് അനീഷിനോട് പറയുന്നത്. ഗർഭിണിയായെ തുടർന്ന് ഈ WNCയിലെ ട്രീറ്റ്മെന്റിൽ ഇരിക്കുമ്പോഴത്തേക്ക് ഈ ഷങ്കേഴ്സ് എന്ന് പറഞ്ഞ ലാബിലും മിഡാസ് എന്ന് പറഞ്ഞ ലാബിലും ഈ ടെസ്റ്റ് നടത്തിയിട്ട് അതിനെക്കുറിച്ച് ഈ ലാബുകാരോ ഈ WNCയിൽ ഇരിക്കുന്ന ഡോക്ടറോ ഒരു ഇൻഫർമേഷൻ ഞങ്ങൾക്ക് തന്നിട്ടില്ല. എനിക്ക് റിപ്പോർട്ടിൽ സംശയമുണ്ട്. റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഡോക്ടർമാർ തന്നെ ആണോ? സംഭവത്തിൽ മുസ്ലിം ലീഗ് പ്രവർത്തകർ ആശുപത്രി സൂപ്രണ്ടിനെ ഉപരോധിച്ചു. കുട്ടിയുടെയും മാതാവിന്റെയും ചികിത്സ സർക്കാർ ഏറ്റെടുക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു ഉപരോധം. ഉപരോധിച്ചവരെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ആശുപത്രിയിലേക്ക് മാർച്ച് നടത്തിയത്. ആശുപത്രിക്ക് മുന്നിൽ പോലീസ് മാർച്ച് തടഞ്ഞു. PDP, SDPI തുടങ്ങിയ സംഘടനകളും സമരവുമായി രംഗത്തുവന്നു. നിലച്ചിരിക്കാതെ ഇത്രയും വൈകല്യത്തോടുകൂടി ഇങ്ങനെയൊരു കുട്ടിയെ ലഭിച്ചതിന്റെ ആഘാതത്തിലാണ് ഈ കുടുംബം. ഇനി ഭാരിച്ച ചികിത്സാ ചെലവിലൂടെ തങ്ങളുടെ കുട്ടിയെ ശരിയാക്കിയെടുക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇവരുള്ളത്. ഫൈസൽ നീർക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.